നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാമശ്ശേരി ഇഡ്ഡലിയാണ് പരിചയപ്പെടുത്താൻ പോണത്. ഇതുവരെ 8 ഫാമിലിയാണ് ഇവിടെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതുപോലെ അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ തട്ടിമ്മലാണ് നമ്മൾ ആവി കയറ്റിയിട്ടാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. സാധാരണ ഇഡ്ഡലി പോലെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദോശയുടെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പാലക്കാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കഴിക്കുക. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടെ ഇതിന് സംഭവമായിട്ടുള്ള ഈ ദോശയോട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളും അതുപോലെ വടയുണ്ട്. പിന്നെ അതുപോലെ ഇവര് ഫാമിലിയിൽ 8 വീടുകളായിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഇവര് ഈ ഹോട്ടലുകൾ നടത്തുന്നത്. അവിടെ ഒരുപാട് അകലെയുള്ള ആൾക്കാരും അതുപോലെ അടുത്തുള്ളവരൊക്കെ വന്ന് നന്നായി കഴിക്കണം. ഈ സാധനം ഇതേപോലെ ചമ്മന്തിപ്പോട്ടിൽ എന്തൊരു എണ്ണ പരട്ടിയിട്ട് ഒരു സാധനം കൂടി അവർ തരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ സാധനമാണ്. അത് കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ സാമ്പാർ, അതുപോലെ ചട്നി, എല്ലാ ഐറ്റംസും ഇതിൻ്റെ കൂടെ നമുക്ക് തരും. പിന്നെ പള്ള നിറച്ച് തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എത്ര നേരം നമുക്ക് എണ്ണം പറഞ്ഞാലും അവർ ഉണ്ടാക്കി തരും. അപ്പോൾ ലൈവായിട്ടാണ് ഉണ്ടാക്കി തരിക. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് നമുക്ക് എടുത്ത് തരികയല്ല ചെയ്യുക. അപ്പോൾ നമ്മൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈവായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും മറക്കാതെ, നിങ്ങൾ എന്തായാലും പോയിട്ട് ഈ വഴിക്ക് പോകുമ്പോൾ അത് മറക്കാതെ കഴിച്ചോ. അത് നല്ല രസകരമായിട്ട് അവർ ഉണ്ടാക്കുന്നതും വേണമെങ്കിൽ നമുക്ക് പോയി കാണാം. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം പൂ പോലെ ഇങ്ങനെ നല്ല സോഫ്റ്റാണ് സാധനം. കാരണം വെച്ചാൽ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആകെ നിസ്സാര സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ആവിക്കാണ് ഇത് വേവിച്ചുണ്ടാക്കുന്നത്. പിന്നെ ഈ പയ്യനാണ് ഇവിടുത്തെ മെയിൻ ഷെഫായിട്ട് നടക്കുന്ന ആള്. അവൻ്റെ മൂപ്പര മകനതുകൊണ്ട്. അപ്പോൾ എന്തായാലും നാട്ടുകാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. നമ്മളും കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വടയും അതുപോലെ ഇതുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് നമുക്ക് രേഖപ്പെടുത്തണം. പാലക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ തപ്പിപ്പിടിച്ച് പോയേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കഴിച്ചവരാരും ഇത് മോശമാണെന്നൊരു അഭിപ്രായം പറയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കഴിച്ചതും അതുപോലെ ഇതൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പോയത്. എത്ര തിന്നാലും നമുക്ക് ഇത് ഒരു മടുപ്പ് തോന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത സോഫ്റ്റ്. ഇങ്ങനെ എന്താ പറയുക, പൂ പോലെ ഇങ്ങനെ പഞ്ഞി പോലെയൊക്കെ ഇങ്ങനെ പറയും. അത്ര അധികം സോഫ്റ്റാണ്. കഴിച്ചവരാരും ഇതിനെ ഒരു കുറ്റമായി പറയില്ല. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ടൊക്കെ കഴിക്കും. പിന്നെ ഇവിടുത്തെ വട ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് കഴിക്കണ മറ്റത്തെ വടയല്ല. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. ആദ്യം നമ്മളെല്ലാവരും കഴിക്കണമൊക്കെ വെറുതെ തമാശക്ക് ഒരു വീഡിയോ എടുത്തെങ്കിലും അത് നിങ്ങളിൽ എത്തിക്കണം എന്ന് വിചാരിച്ചല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നി നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം മറക്കാതെ നിങ്ങൾ പോയി കഴിക്കുക. ഇതിൻ്റെ ഈ ഏരിയയിലുള്ള ഒരു 8 ഫാമിലിയാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കഴിക്കുക വേണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർത്താൻ. ബൈ.